ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചന പഠനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു. 2 തീമോത്തിയോസ് 1-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ, ആ വിശ്വാസം ആദ്യം നിൻ്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ തീമോത്തിയോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് ഇവിടെ വായിച്ച് കേട്ടത്. തീമോത്തിയോസിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച 2 വ്യക്തികൾ, അമ്മയും വലിയമ്മയും. അമ്മയുടെയും തൻ്റെ വലിയമ്മയുടെയും വിശ്വാസം തീമോത്തിയോസിനെ സ്വാധീനിക്കുകയും അവർക്ക് ദൈവത്തിലുണ്ടായിരുന്ന അതേ വിശ്വാസം തീമോത്തിയോസിൽ പൗലോസ് അപ്പോസ്തലൻ കാണുകയും ചെയ്തു. ഇതാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വായിച്ച് കേട്ടത്. കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരോടൊപ്പം വളരുമ്പോൾ അവർ നമ്മെ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അവർ പഠിക്കുന്ന ആദ്യത്തെ പാഠപുസ്തകം അവരുടെ അപ്പൻ്റെയും അമ്മയുടെയും ജീവിതമാണ്. നിരീക്ഷണ പാഠവും അനുകരിക്കുവാനുള്ള പ്രവണതയും കുട്ടികളിൽ എപ്പോഴും വളരെ കൂടുതലാണ്. അപ്പനും അമ്മയും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, അവർ പറയുന്ന ഓരോ വാക്കുകളും കുട്ടി കാണുകയും കേൾക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് അവൻ്റെ സ്വഭാവ രൂപീകരണത്തിലും വ്യക്തിത്വ വികസനത്തിലും സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങളാണ്. കുട്ടിയുടെ അപ്പനും അമ്മയും അവരുടെ മാതാപിതാക്കന്മാരോട്, പ്രായമായ മാതാപിതാക്കന്മാരോട് എപ്രകാരമാണ് പെരുമാറുന്നത് എന്ന് അവർ നിരീക്ഷിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെയാവും അവർ ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ മാതാപിതാക്കന്മാരോട് പെരുമാറുന്നതും. സ്വന്തം അപ്പനെയും അമ്മയെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് കുട്ടികൾ കണ്ടു പഠിക്കട്ടെ. അതുപോലെ അവർ നിങ്ങളോടും തിരിച്ച് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറും. അതിന് യാതൊരു സംശയവുമില്ല. സ്നേഹിക്കുന്ന അപ്പനും അമ്മയും, പരസ്പരം ബഹുമാനിക്കുന്ന, പരസ്പരം വിശ്വസിക്കുന്ന മാതാപിതാക്കന്മാർ, അവരുടെ സ്നേഹവും തമ്മിലുള്ള ബഹുമാനവും കണ്ടുവേണം ഭവനത്തിലുള്ള കുട്ടികൾ വളരുവാൻ. സ്നേഹിക്കുന്നത് എങ്ങനെയാണ്, ബഹുമാനിക്കുന്നത് എങ്ങനെയാണ് എന്ന് കുട്ടികൾ ആദ്യം പഠിക്കുന്നത് അവരുടെ ഭവനത്തിൽ നിന്ന് തന്നെയാണ്. അമ്മയും അപ്പനും പരസ്പരം പതിവായി പോരാടുകയും അസഭ്യമായ വാക്കുകൾ സംസാരിക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ വളരുന്ന കുട്ടികൾ അതുതന്നെ അനുകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സുരക്ഷിതത്വ ബോധമില്ലാതെ അവർ ആ കുടുംബങ്ങളിൽ വളരുന്നു. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാകുമ്പോൾ അവർക്കിഷ്ടമുള്ള വഴിയിലൂടെ സഞ്ചരിക്കുവാൻ അവർ തീരുമാനിക്കുന്നു. കാര്യങ്ങൾ അപ്പോഴേക്കും കൈവിട്ടു പോയിരിക്കും. അവർ നിമിത്തമാണ് പിന്നത്തേതിൽ കുടുംബങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ക്രൈസ്തവ കുടുംബങ്ങളിൽ പോലും ഇന്ന് മക്കളെ നിയന്ത്രിക്കുവാൻ കഴിയാതെ മാതാപിതാക്കന്മാർ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വാർത്ത നിങ്ങളുടെ അറിവിലേക്ക് പങ്കുവയ്ക്കുകയാണ്. ഇൻ്റർനെറ്റിൽ കണ്ട ഒരു പരസ്യം അനുസരിച്ച് 17 വയസ്സുകാരനായ ഒരു കൗമാരപ്രായക്കാരൻ സ്വന്തം കിഡ്നി വിറ്റു. ഇൻ്റർനെറ്റിൽ കണ്ട ഒരു പരസ്യമനുസരിച്ച് തൻ്റെ കിഡ്നി താൻ വിറ്റു. ഏകദേശം $4000 ആ കുട്ടിക്ക് കിട്ടിയത്. മുറിവുകളൊക്കെ ഉണങ്ങിയതിന് ശേഷം അത് മാതാവ് കണ്ടുപിടിക്കുകയും അമ്മ മകനെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരം ഇങ്ങനെയാണ്: ഐഫോണും ഐപാഡും വാങ്ങിക്കുവാൻ വേണ്ടി സ്വന്തം കിഡ്നി 17 വയസ്സുള്ള ഒരു കൗമാരപ്രായക്കാരൻ കൊടുത്തു എന്നുള്ളത്. ഇത് ചൈനയിൽ നടന്ന ഒരു സംഭവമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വാർത്ത. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നും ആയിരിക്കുകയില്ല. പ്രത്യേകിച്ച് കൗമാരക്കാർക്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങളോട്, മാധ്യമ
കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉപകരണങ്ങളോട് അതിരുകവിഞ്ഞ ആവേശവും ആസക്തിയും ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. അവരെ മാനസികവും ശാരീരികവും ആയിട്ടുള്ള അനർത്ഥങ്ങളിലേക്കാണ്, അപകടങ്ങളിലേക്കാണ് അതുകൊണ്ട് എത്തിക്കുന്നത്. പത്രമാധ്യമങ്ങളിൽ നാം വായിക്കുന്ന പല വാർത്തകളും ആ കാര്യത്തെ ഉറപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നാം എല്ലാവരും ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. നാം മാതൃകയോടെ മക്കളുടെ മുമ്പിൽ ജീവിച്ചെങ്കിൽ മാത്രമേ അവരെ ഉപദേശിക്കുവാൻ പോലും നമുക്ക് യോഗ്യത ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഉപദേശത്തിന് അവർ വില കൽപ്പിക്കുകയുള്ളൂ. നുണ പറയുന്ന ഒരു പിതാവിന് എങ്ങനെ മകനോട് നുണ പറയരുത് എന്ന് പറഞ്ഞ് ഗുണദോഷിക്കുവാൻ കഴിയും? എപ്പോഴും മൊബൈൽ ഫോണിൻ്റെ മുമ്പിലിരിക്കുന്ന അപ്പനും അമ്മയ്ക്കും മക്കളോട് അരുത് എന്ന് പറയുവാൻ എന്താണ് അവകാശം? മദ്യപിക്കുന്ന ഒരു പിതാവ് തൻ്റെ മകൻ മദ്യപിച്ചോ ലഹരി ഉപയോഗിച്ചോ വന്നാൽ അരുത് കുഞ്ഞെ എന്ന് പറയുവാൻ ധാർമ്മികമായിട്ട് എന്തായിരിക്കും അവകാശമുള്ളത്? അതുകൊണ്ട് കുടുംബത്തിൽ വളരെ മാതൃകയോടെ മാതാപിതാക്കന്മാർ മക്കളുടെ മുമ്പിൽ ജീവിച്ചാൽ കുടുംബകലഹങ്ങളും കുടുംബ തകർച്ചകളും ഒഴിവാകും എന്നുള്ളത് നാം പ്രത്യേകം മനസ്സിലാക്കണം. ദൈവം അതിനുള്ള കൃപ എല്ലാവർക്കും തരട്ടെ. ദൈവം കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വചനത്തിനായിട്ട് സ്തോത്രം. തകർന്ന കുടുംബങ്ങളെ അവിടുന്ന് പണിയണമേ. സമാധാനമുള്ള കുടുംബങ്ങളാക്കി മാറ്റണമേ. കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ കുഞ്ഞുങ്ങളാക്കി അവിടുന്ന് തീർക്കണമേ. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആഴലും മനസ്സിൽ